ഹായ്. നീ എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ ഒന്നും പറഞ്ഞുകൂടിയില്ലല്ലോ. അല്ല, നീ ഒറ്റയ്ക്കുള്ളൂ അതോ ക്ലാരമ്മ കൂടെ ഉണ്ടോ? ഒറ്റയ്ക്കുള്ളൂ. ഞാനേ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ച് വന്നതല്ലെന്നേ. ശരിക്കും എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് അടുത്ത്. അവിടെ പോയിച്ച് വരുന്ന വഴിയാ. അല്ല, നീ ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നല്ലോ. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് ഇട്ട് റിപ്ലൈ അല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോകുന്ന വഴി ഇവിടെ കയറാന്ന്. നിന്നെ പറ്റി അറിഞ്ഞിട്ട് കുറെ നാളായി, അതുകൊണ്ടാ. ഓ സോറിടാ, സത്യം പറഞ്ഞ കുറച്ച് തിരക്കായിപ്പോയി. അതാ. എന്തായാലും നിനക്ക് സുഖമല്ലേ? പിന്നെ പരമസുഖം. സോറി, ഇതാരാ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ടോക്കിലോ വല്ലതായിരുന്നോ? ഓ, ഇവൻ്റെ കണ്ണിലെന്താ മത്തങ്ങയാണോ? ഇത്രയും വലുപ്പമാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് അവൻ കണ്ടില്ല എന്ന് പറഞ്ഞ അന്ന് പാർട്ടിയിൽ ഇവൻ്റെ പേരും പറഞ്ഞല്ലേ അവൾ എന്നെ തല്ലിയത്? അതെ, ഭയങ്കര ബിസിനസ് ടോക്കിലായിരുന്നു. എന്തേ? ഓ സോറി, ഞാൻ ഡിസ്റ്റർബ് ആക്കിയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിവേ, ഹായ്, ഐ ആം കാർത്തിക് സത്യ. ഞങ്ങൾ ഒരുമിച്ച് കോളേജ് പഠിച്ച. അല്ല, എനിക്കാളെ മനസ്സിലായില്ല. അതിന് എന്നെ മനസ്സിലാവാൻ ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാ മനസ്സിലാവുന്നത്? സോറി കാർത്തി, നിന്നെ കണ്ടുകൊണ്ടുള്ള എക്സൈറ്റ്മെന്റിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. ഇത് മിസ്റ്റർ സൂര്യജിത്ത്, വർമാസ് കമ്പനിയിലെ CEO. നീ അറിഞ്ഞാണല്ലോ ഞാൻ ഇവിടെ ഒരു പ്രോജക്റ്റ് പാർട്ണർഷിപ്പായിട്ട് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിസ്കഷൻ ആയിരുന്നു. ഓ ഓ, ഇതാണല്ലേ അപ്പൊ സൂര്യജിത്ത്. അന്ന് പാർട്ടി വന്നപ്പോ നീ തല്ലിയ ആള്. എന്തായാലും ഇതുപോലെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതാ. എനിവേ, ഹായ്. പിന്നെ നീ ഇപ്പോൾ ഫ്രീ ആണോ? നമുക്കൊരുമിച്ചൊരു ലഞ്ച് ആയാലോ? എന്തായാലും നൂണായല്ലേ, കുറച്ച് നാൾക്ക് ശേഷം കാണുന്നതല്ലേ. നമുക്കൊന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാന്ന്. എന്തു പറയുന്നു? കാർത്തി, സോറി. അവൻ ഇച്ചിരി ദേഷ്യമുള്ള കൂട്ടത്തില്ല. ഞാൻ തല്ലാരെയും പറഞ്ഞത് ചിലപ്പോൾ അവന് ഇഷ്ടപ്പെട്ടാണില്ല, അതാവും. പിന്നെ ലഞ്ച് അത് നമുക്ക് വേറൊരു സാധനം. ഇന്ന് ഇച്ചിരി ബിസിയാണ്, അതാ. സൂര്യയാണല്ലോ. ഹലോ സൂര്യ, നീ ഇന്ന് എവിടേക്കാ പോയത്? ഞാൻ ആരോടൊക്കെ ചോദിച്ചെന്നറിയോ? അച്ഛനെ ചോദിച്ചിട്ട് എവിടെയാന്ന് പോലും അറിയത്തില്ല. നീ ഇന്ന് എന്തിനാ ദേഷ്യപ്പെട്ട് പോയത്? കാർത്തി, ഞാൻ തല്ലാരെയും പറഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അതവൻ അറിയാതെ പറഞ്ഞതാ. അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയേ? ഓ, നിനക്കല്ലെങ്കിലും ഞാൻ നിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകണമെന്നാണല്ലോ ആഗ്രഹം. അത് ഞാനായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ എന്തിനാ നീ അന്വേഷിക്കുന്നത്? എന്തായാലും നിനക്ക് മനസ്സിലായല്ലോ എനിക്ക് അവൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് നീ പറഞ്ഞ കാരണം കൊണ്ടല്ല. അത് എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല. ദേ സൂര്യ, ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞേ എന്നെ തല കയറാൻ വന്നോണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? അവൻ പറഞ്ഞതിനാണെങ്കിൽ സോറി. അവന് നിനക്ക് വിഷമാവെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. നീ വെറുതെ മനസ്സ് വെച്ചോണ്ടിരിക്കാതെ. പിന്നെ നീ ഓഫീസിൽ നിന്ന് പോകുന്നത് തന്നെ എനിക്ക് സന്തോഷം. പിന്നെ ഒന്നും പറയാതെ പോയിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു നിമിഷം ഞാൻ വിചാരിച്ചു ഞാൻ ആള് മാറിയാ വിളിച്ചന്. പെട്ടെന്ന് നീ നന്നായോ എന്ന് വിചാരിച്ചു. എവിടെ, പഴയത് തന്നെ, ഒരു മാറ്റവും ഇല്ല. പിന്നെ എനിക്ക് അവനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ ഒടുക്കത്ത ഒരു സംസാരം ഒരെണ്ണം വെച്ച് കൊടുക്കാൻ എനിക്ക് തോന്നിയത്. എന്തായാലും വിളിച്ചപ്പോൾ നീ എന്നെ കൺസിഡർ ചെയ്തല്ലോ, എനിക്കത് മതി. പിന്നെ കുളിച്ചിട്ട് നിൽക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക ഭംഗിയൊക്കെ അടുക്കളകെ ഉണ്ടായിരിക്കുമല്ലേ? അല്ല, നീ എങ്ങനെ? നിനക്കെങ്ങനെ? ഓ,
നിന്ന് ഞെട്ടിത്തരിക്കണ്ട. ഞാൻ നിന്റെ റൂമിൽ CCTV ഒന്നും വെച്ചിട്ടില്ല. നീയേ ആ 2 കുഞ്ഞിക്കണ്ണും വെച്ച് ആ വിൻഡോയുടെ പുറത്തോട്ടൊന്ന് നോക്കിക്കേ. അപ്പൊ ഒരു സർപ്രൈസ് ഉണ്ട് അവിടെ. വിൻഡോയുടെ അവിടെ എന്റെ ഈശ്വര, നീ എന്താ ഇവിടെ? എന്റെ പൊന്നു സൂര്യ, നീ എന്തൊക്കെ കാണിക്കുന്നേ? നീ ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നേ. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതിന് ഞാൻ ഈ സമയം പോലും നോക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നേ. താഴേക്കോ? ദേ ശുഭ തമാശ കളിക്കല്ലേ, ഞാൻ വരില്ല. അപ്പൊ വല്ലതും കണ്ട രണ്ടിനെ വിട്ടിക്കറി അടുപ്പി വെക്കും. നിന്റെ കൂടെ ഞാൻ സംസാരിച്ചെന്ന് അറിഞ്ഞാ മതി. എന്റെ ഈശ്വര, ഞാൻ വരില്ല. നീ മര്യാദക്ക് തിരിച്ചു പോയേ സൂര്യ. ഓ, അപ്പോ നീ ഇറങ്ങി വരില്ലെന്ന് തന്നെ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്തായാലും പറയാമെന്നത് പറഞ്ഞിട്ടേ ഞാൻ പോകും. അതിപ്പോ എവിടെ വെച്ചാണെങ്കിലും. ഇവനെ ഞാൻ ഇതിനുള്ളത് ഞാനൊന്ന് ഇറങ്ങി വരട്ടെ, അപ്പൊ തരാം. എന്റെ ഈശ്വര, ആരും കാണല്ലേ. என்னுயிரே பெண்கிளியே എന്നകമേ തേന്മഴേ. അപ്പോ നിനക്ക് പറഞ്ഞനുസരിക്കാനൊക്കെ അറിയാം. അല്ല, നമുക്ക് വീട്ടിന്റെ അകത്ത് കയറിയിരുന്ന് സംസാരിച്ചാലും നല്ല ഡീറ്റെയിൽ ആയിട്ട്. എന്താ നിന്റെ അഭിപ്രായം? പിന്നെന്താ, ആവാലോ. കൂടെ പപ്പേനെ കൂടി വിളിക്കാം. അപ്പൊ നല്ല ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ എന്താ നിനക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞേ. ഞാനൊന്ന് പോട്ടെ. പപ്പ വല്ലതും കണ്ട നിന്നെ കൊല്ലും. ഓ പിന്നെ അവളൊരു പപ്പ. നിന്റെ തന്തപ്പടിയെ ചിലപ്പോ നിനക്ക് പേടിയായിരിക്കും. എനിക്കൊരു പേടിയില്ല. അതുകൊണ്ട് വെറുതെ അങ്ങനെ പേര് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഓ എന്റെ പപ്പയെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടല്ലോ എന്റെ സ്വഭാവം മാറും. നിനക്കുണ്ടല്ലോ, നിനക്ക് 2 എല്ല് കൂടുതലുള്ള എന്റെ കുഴപ്പം. അതാണല്ലോ ആരും പേടിയില്ലാത്തത്. എന്താ നിനക്ക് പറയാനുള്ളത്? എന്താന്ന് വെച്ചത് പെട്ടെന്ന് പറഞ്ഞിട്ട് പോ. എന്റെ ഈശ്വര, പറയാം. ഇന്ന് വന്ന ആ തെണ്ടിയില്ലേ, അവൻ കാർത്തിക് സത്യ. എനിക്ക് അവനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനുമായിട്ടുള്ള നിന്റെ കൂട്ടുകെട്ട് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് അവന്റെ ആരോഗ്യത്തിന് ഹാനികരാക്കുന്നത് കുറയ്ക്കും. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാ. ഓ, ഇതാണ് നിന്റെ കാര്യം. അതെ, അവൻ എൻ്റെ ഫ്രണ്ടാ. ഞാൻ ആരോടെ കൂട്ടുകൂടണം കൂട്ടുകൂടണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഞാൻ ചിലപ്പോ ഇനിയും കൂട്ടുകൂടി സംസാരിക്കും. അതിന് നിനക്കെന്താ? ആഹാ, ദേ ഞാൻ മര്യാദയ്ക്ക് മിണ്ടെന്ന് പറഞ്ഞ് എന്റെ മെക്കട്ട് കയറാൻ വന്നുണ്ടല്ലോ. എന്നാ നീ പോയി മിണ്ടടി. നീ മിണ്ടുന്നതിന് എനിക്ക് പ്രശ്നമല്ല. പക്ഷേ കൂടുതൽ അടുപ്പം അത് വേണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. അവന്റെ ആരോഗ്യം ഹാനികരാക്കണമെങ്കിൽ നീ മിണ്ട്. എനിക്കെന്താ, ഇത് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് വന്നതേ ഉള്ളൂ. സൂര്യ, ഞാൻ സീരിയസ് ആയിട്ട് നിന്നോട് ചോദിക്കാം, എന്താ നിനക്ക് വേണ്ടത്? ഞാൻ മുമ്പ് കണ്ടിരുന്ന സൂര്യ അല്ല ഈ 2-3 ദിവസമായിട്ട് ഞാൻ കാണുന്നത്. നിന്റെ ഓരോ സംസാരത്തിൽ നിന്നും എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. എന്താ നിനക്ക് വേണ്ടത്? നീ കാണിക്കുന്നതിന്റെ അർത്ഥം എന്താ? ചോദിക്കുമ്പോഴേക്കും നിനക്ക് മനസ്സിലാവുന്ന ദിവസം വരുമ്പോ പറയാന്. എനിക്ക് മനസ്സിലാവാൻ മാത്രം എന്താ ഇത്ര ഉള്ളത്? എന്താ നിന്റെ മനസ്സിൽ നിന്ന് തുറന്നു പറയാം. അല്ലാതിരുന്ന എനിക്കൊന്നും മനസ്സിലാവില്ല. എന്താ അത് ചോദിക്കുമ്പോൾ മാത്രം നിനക്ക് നാവില്ലേ? അത് പറയുമ്പോൾ മാത്രം എന്താ നീ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ? എനിക്ക് മനസ്സിലാവാതിരിക്കാൻ മാത്രം എന്താ ഉള്ളതെന്ന്? നീ വിചാരിക്കുന്ന പോലെ എന്റെ മനസ്സിൽ ആന കാര്യങ്ങളൊന്നുമില്ല. ഒന്നേ ഉള്ളൂ എന്റെ മനസ്സിലിപ്പോ. അത് നീയാ. നീ മാത്രം. നിനക്ക് എന്താണെന്ന് മനസ്സിലാവത്തെന്ന് മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല. ഇത്രയും പോസസീവായിട്ട് സംസാരിച്ചിട്ട് പോലും നിനക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതാ പറഞ്ഞത്, നിനക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം എല്ലാം ഞാൻ പറയാന്ന്.
ആ കണ്ണുണ്ട്, നീ എന്നെ ഇങ്ങനെ നോക്കാതടി. ആ കണ്ണ് കണ്ടപ്പോ മൊട്ട് വട്ടായിരിക്കുന്നതാ. ആ മനുഷ്യനെ എങ്ങനെയാ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. നീ നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായില്ല. ബെസ്റ്റ്, ഇതൊക്കെ ഞാൻ ആരോടാ പറഞ്ഞത്? ഓ, എനിക്കിങ്ങനെ തന്നെ വേണം. ഒരു ബുദ്ധിയുള്ള ഒരെണ്ണത്തിന് സ്നേഹിച്ചാ മതിയായിരുന്നു. അതോ ഞാനേ ആനമുട്ട പുഴുങ്ങിയതിനെ പറ്റി പറയായിരുന്നു. എന്താ മനസ്സിലായോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്കിപ്പോ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ലെന്ന്. അപ്പൊ നിനക്ക് പറഞ്ഞേ പറ്റൂ. പറഞ്ഞല്ലോ, എന്നിട്ട് എന്തെങ്കിലും വാങ്ങാത്തില്ല നിനക്ക് മനസ്സിലായ. അവളോ നീ ഇവിടെ നിന്ന് ആലോചിക്കാതെ വീട്ടിൻ്റെ അകത്ത് പോയിരുന്ന് ആലോചിക്കും. മഞ്ഞ കൊണ്ട് പനി വരും. പിന്നെ ഞാൻ പറഞ്ഞത് നീ മറക്കണ്ട, അക്കാർത്തിയായിട്ടുള്ള നിന്റെ കൂട്ടുകെട്ട് അത് കൂടുതലങ്ങ് വേണ്ട. അവനെന്നല്ല ഏവനായാലും നീ കൂട്ടൊക്കെ കുടിക്കോ, പക്ഷേ അത് അതിൻ്റെ അപ്പുറം പോവാതിരിക്കുന്നതാ ആർക്കായാലും നല്ലത്. ഇത് നീ ഭീഷണിയായിട്ട് തന്നെ കരുതിക്കോ. നീ മഞ്ഞത്ത് നിന്ന് വായും പൊളിച്ച് നിൽക്കാതെ അകത്ത് കയറിപ്പോ. നിന്റെ പപ്പ വല്ലതും കണ്ട നിനക്ക് വട്ടാന്ന് വിചാരിക്കും. എന്നാ ഞാൻ പോവാം, നാളെ കാണാം. ബൈ. പപ്പ ഗുഡ് മോർണിംഗ്. ആ മോളെ ഗുഡ് മോർണിംഗ്. അല്ല എൻ്റെ മോൾ എന്താ ഓഫീസിൽ പോകാറങ്ങാണോ? അതെന്താ പപ്പ ഒരു പതിവില്ലാത്ത ചോദ്യമൊക്കെ? പിന്നെ ഓഫീസിൽ പോണ്ടേ? ഏയ് ഒന്നുമില്ല, ഞാൻ ഇന്നലെ മോളോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പിന്നെ ലേറ്റ് ആയിട്ടൊക്കെ വന്നോണ്ടാ ചോദിക്കാതിരുന്നേ. പപ്പ ഒരു കാര്യം അറിഞ്ഞു, അത് സത്യമാണോ അല്ലേന്ന് അറിയാനാ. അല്ല പപ്പ, പപ്പ എന്തിനാ ഇത്ര മുഖവരിടുന്നേ? എന്നോട് എന്തുണ്ടെങ്കിലും പപ്പയ്ക്ക് ചോദിക്കാമല്ലോ. എന്താ പപ്പ? അത് മോളെ, പാപ്പ ഒരു കാര്യം അറിഞ്ഞു. ആ സൂര്യജിത്ത് അവൻ നമ്മുടെ ഓഫീസിൽ വന്നിരുന്നു. ഇന്നലെ മുഴുവനും അവിടെ ഉണ്ടായിരുന്നെന്നാ കേട്ടത്. സത്യമാണോ? അത് പപ്പ വന്നെന്നുള്ള സത്യ, പക്ഷെ മുഴുവൻ നേരമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. അവൻ പ്രോജക്റ്റിൻ്റെ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നതാ, വേറെ ഒന്നിനും അല്ല. എൻ്റെ മോളി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കാം. അവൻ എന്തായാലും വെറുതെ ഒന്നും അവിടെ വരില്ല. അപ്പോ അവൻ നമ്മുടെ ഓഫീസിൽ വരെ വന്നു തുടങ്ങി. ആ പ്രോജക്റ്റ് ഏറ്റെടുത്ത് പോയില്ല, അതുകൊണ്ട് മാത്രം ഇതങ്ങ് ഞാൻ ക്ഷമിക്കാം. ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പാപ്പയ്ക്കറിയാം. എന്തായാലും എൻ്റെ മോൾ പൊക്കോ. പിന്നെ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് വെറുതെ മനസ്സിൽ വെച്ച് നീയായിട്ട് തീർക്കാൻ നിൽക്കണ്ട. പപ്പ എങ്ങനെയായാലും അത് അറിയും. അതുകൊണ്ട് പപ്പയോട് എന്തെങ്കിലും നടന്നാൽ അത് മറച്ചു വെക്കോ കള്ളം പറയുകയോ ചെയ്താ അത് പപ്പയ്ക്ക് ക്ഷമിക്കാൻ പറ്റണമെന്നില്ല. എൻ്റെ മോക്ക് മനസ്സിലായല്ലോ. So keep your head on your shoulders. Now we ain't out here moving rocks, we out here moving boulders. Now we ain't getting posterized, we out here making posters. And we ain't got nothing to hide, we move forward like so. എന്നാലും എന്തോ ഉണ്ടല്ലോ. കുറെ നേരം ആയില്ല അവൾ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതെ, അത് നീ നീ ഓക്കെ ആണോ? എന്തേ ആ ചോദ്യം ചോദിച്ചപ്പോൾ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്താടി, നീ ഓക്കെ അല്ലേ? എനി പ്രോബ്ലം? ഏയ് ഒന്നുമില്ല. ആദ്യമായിട്ടാ പുറത്തുനിന്നൊരാൾ ഞാൻ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ ഒന്ന് അത്ഭുതപ്പെട്ടു, അത്രേ ഉള്ളൂ. പിന്നെ നീ ചോദിച്ച പോലെ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു വലിയ പ്രോബ്ലം.
അതാണ് ദേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നീയാ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അതൊന്ന് പോയി കിട്ടിയാൽ ദേ ഞാൻ ഹാപ്പിയായി. ഞാൻ ഊഹിച്ചു നിന്റെ ഇപ്പൊ ഏറ്റവും വലിയ പ്രോബ്ലം ഞാനായിരിക്കുമെന്ന്. പക്ഷേ ആ പ്രോബ്ലം ഈ ഇടക്കാലത്തൊന്നും നിന്നെ വിട്ടു പോവില്ല. അതുകൊണ്ട് വെറുതെ അതൊഴിഞ്ഞു പോകാൻ വേണ്ടി നീ എത്ര ശൈന പ്രദർശനവും പൂജകളും നടത്തിയിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ നിനക്ക് പുറത്തുനിന്ന് വന്ന ഒരാളാണോ? പിന്നല്ലാതെ അതിന് ഇത്രയും സംശയമുണ്ടോ നിനക്ക്? ഓ ഓക്കെ ഫൈൻ. നിനക്ക് ഇനി എന്നെ അകത്ത് ഒരാളാക്കാൻ പറ്റുമോ? അല്ല, നിനക്ക് തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അത് പെട്ടെന്ന് ചികിത്സിക്കുന്നതാ നല്ലത്. നീരിക്കണ്ടെന്നാണ് ഇതുവരെ. നീ എന്നെ കാണുമ്പോൾ നല്ലതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്റെ വായിരിക്കുന്നതൊക്കെ പറയാനല്ലാതെ നീ ഇന്നേ വരെ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടുണ്ടോ? അത് നീയും അങ്ങനെ ആയിരുന്നല്ലോ. നീ ഇന്നേ വരെ എൻ്റെ മുഖത്തേക്ക് നല്ലതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അതിൻ്റെ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ നീ ഇത്ര പെട്ടെന്നൊരു തീരുമാനങ്ങളൊന്നും എടുക്കരുത്. വളരെ പതുക്കെ എടുത്താൽ മതി. എന്ത് തീരുമാനം? നീ എന്ത് തീരുമാനം എടുക്കുന്നതിനെ പറ്റിയാ പറയുന്നേ? അത് ഒന്നുമില്ല, ഞാൻ വെറുതെ വിൻസെന്റ് അതെ, ഒരു അർജന്റ് കോളാ. ഞാനത് എടുത്തിട്ട് പെട്ടെന്ന് വരാം. അയ്യോ വേണമെന്നില്ല. നീ എടുത്തിട്ട് ആ വഴി പോയാൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത്ര മതിയാ ചിരിച്ചത്? അവിടെ ഒരു കോമഡി. അതെ, നിന്റെ പ്രാർത്ഥന വല്ലാതെ ദൈവം കേട്ടോ എന്നൊരു സംശയം. നീ പറഞ്ഞു നാവെടുത്തപ്പോ തന്നെ എനിക്ക് വിളി വന്നു. നീ സമാധാനിക്ക. ഞാനേ പോവാ. എനിക്ക് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നമുക്ക് നാളെ കാണാം. എന്നാ ബൈ. ഓഹോ, അപ്പോ നിനക്ക് ജോലിയും കൂലിയൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു നീ വെറുതെ തെണ്ടി തിരിഞ്ഞ് നടക്കാന്നു. അതുകൊണ്ടാണല്ലോ വെറുതെ ഇവിടെ വന്നിരിക്കുന്നത്. അതെ, ഇതിനുള്ളതേ ഇപ്പൊ തരാൻ എനിക്ക് സമയമില്ല. ഞാനേ പോയിട്ട് വന്നിട്ട് തരാം നിനക്ക്. എന്റെ ഈശ്വര, എനിക്കങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത്ര പെട്ടെന്ന് ഇവൻ എന്താ ഇങ്ങനൊരു മാറ്റം? മാറ്റത്തിന്റെ കാരണം എന്താ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അഭിയേട്ടൻ അറിയായിരിക്കും. അഭിയേട്ടനോട് അവനെല്ലാം പറയുന്നതല്ലേ? അപ്പോ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? സൂര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നമൊന്നുമില്ല അബേട്ടാ. എനിക്ക് അബേട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ അപ്പോ? എന്തെങ്കിലും സീരിയസ് മാറ്ററാണോ? സൂര്യ ഓഫീസിലൊരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? അത് അബേട്ടാ, അവനിപ്പോൾ പ്രശ്നം ഉണ്ടാക്കാത്തതാ എനിക്ക് ഇത്രയും പേടി. എന്താ അവൻ്റെ മനസ്സിലെന്ന് എനിക്കറിയില്ല. പഴയ സൂര്യയല്ല അബേട്ടാ, അവൻ വല്ലാണ്ട് മാറിപ്പോയി. ഇപ്പോൾ എന്നോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, മിണ്ടുന്നുണ്ട്. അച്ചു കഴിഞ്ഞു പപ്പ കഴിഞ്ഞു എന്നോട് ഒരാൾ ഞാൻ ഓക്കെ ആണെന്ന് പോലും ചോദിക്കുന്നത് അവനാ. അവനെന്താ ഇത്രയും വലിയ മാറ്റമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അബിയേട്ടനോട് അതിനെപ്പറ്റി ചോദിക്കാൻ വിളിച്ചതാ. അവൻ എന്തായാലും അബിയേട്ടനോട് പറയാതിരിക്കില്ലല്ലോ. അവൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോ ഇതൊക്കെ കാണിക്കുന്നേ? എനിക്കറിയില്ല അപ്പോ അവന്റെ മനസ്സിൽ എന്താണ്. ഞാൻ ചോദിക്കാൻ ശ്രമിച്ചതാ, പക്ഷെ അവൻ എങ്ങനെ വിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷേ അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അത് അവൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാത്തിനും ഒരു സമയം വരട്ടെ, അപ്പോൾ എല്ലാം പറയുന്ന അവൻ എന്നോട് പറഞ്ഞ്. ചിലപ്പോ ഞാൻ അപ്പൂനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞപ്പോ അവന് ചിലപ്പോ
പറഞ്ഞതും ചെയ്തതിൽ കുറ്റബോധം തോന്നിക്കാണും. അതായിരിക്കും. അപ്പിയേട്ടൻ എന്താ പറഞ്ഞേ? അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അപ്പിയേട്ടൻ അവനോട് പറഞ്ഞോ? അത് അപ്പോ മോളെ, ഇനിയും പറയാതിരുന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയിട്ടാ പറഞ്ഞത്. അപ്പോ അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിയോളൂ. മനസ്സിൽ കൊണ്ട് നടന്നു വയ്യ മോളെ. ഇനിയും തീ നിന്ന് ജീവിക്കാൻ വയ്യാഞ്ഞിട്ട. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നോ പറയേണ്ടതെന്നോ അറിയാതിരിക്കുന്ന ഈ അവസ്ഥയിൽ അവനും കൂടി വേണ്ട, ഇനി ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാ അവനോടെല്ലാം പറഞ്ഞത്. എന്തായാലും അതില് അവന് മാറ്റം ഉണ്ടായല്ലോ. ഞാനിപ്പോ അതാലോചിച്ച സമാധാനിക്കുന്നത്. അപ്പോ അതാണല്ലേ അവൻ്റെ ഈ മാറ്റത്തിൻ്റെ കാരണം, എന്നോടുള്ള സഹതാപം, സെൻറ്റിമെൻറ്റ്സ്. ഞാനിപ്പോൾ അവൻ്റെ മുമ്പിലെ ഒരു സഹതാപം നിറഞ്ഞ ഒരാളാണല്ലേ. ഞാൻ പോവാ അഭിയേട്ടാ. അപ്പോ മോളെ, നീ ചിരിക്കേ, നിനക്ക് ചിരിക്കാലോ. ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടാൾക്ക് തമാശയാണല്ലോ. എൻ്റെ ഈശ്വര, ഞാൻ വിചാരിച്ച് ചേച്ചി എന്നെ കൊന്നെന്ന്. ഭാഗ്യത്തിന് ഒന്നും ചെയ്തില്ല. ഇത് ചേച്ചിക്ക് പകരം പപ്പയാണ് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. പിന്നെ എങ്ങനെയാണ് ഞാൻ ചിരിക്കാതിരിക്കുന്നേ? എന്തായാലും എൻ്റെ അച്ഛന് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്ങനെയാടി നീ കള്ളം പറഞ്ഞ് കാര്യം സാധിച്ചത്? നിന്നെ ഞാൻ വളരെ വളരെ അധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പോടാ, നിനക്കതൊക്കെ പറയാം. ആ കള്ളം പറയുമ്പോ ഞാനൊന്ന് വിറയ്ക്കുമായിരുന്നു. എൻ്റെ പാവം ചേച്ചി ആയോണ്ട് എന്നെ വിശ്വസിച്ചു. വേറെ ആരായിരുന്നെങ്കിൽ തുടങ്ങാൻ തന്നെ എന്നെ കൈയോടെ പൊക്കിയേനെ. ആ പാവത്തിനാണെങ്കിൽ കള്ള വരെ ചെയ്തു തരാമെന്നും അറിയത്തില്ല. അതുകൊണ്ട് അതിനെല്ലാവർക്കും പറ്റിക്കാൻ എളുപ്പമാണ്. അല്ല, സത്യം പറയാജു, എന്താ സൂര്യേട്ടൻ്റെ പ്ലാൻ? സൂര്യേട്ടൻ എന്തിനാ ഇപ്പോൾ ചേച്ചിയുടെ ഓഫീസിൽ പോകുന്നേ? സൂര്യേട്ടൻ എനിക്ക് വാക്ക് തന്നതാ. തെറ്റിച്ച പിന്നത്തെ നിന്നോട് പോലും ഞാൻ മിണ്ടില്ല. എടി, അതിന് ഞാൻ എന്നാ ചെയ്തെന്നാ? സൂര്യേട്ടൻ നിന്നോട് പറഞ്ഞു, നീ ചെയ്തു. അതിന് ഞാനെന്തിനാ? ഓഹോ, അപ്പോ ഇപ്പൊ നീ കൈമലർത്തി കാണിക്കല്ലേ? വെറുതെ അല്ല സൂര്യേട്ടൻ പറയുന്നത് നീ കാല് വാരിയാന്ന്. ഇങ്ങനെ പോവേണെങ്കിൽ ഞാൻ എങ്ങനെയാ നിന്നെ ഒന്ന് വിശ്വസിക്കാം? മര്യാദയ്ക്ക് എൻ്റെ കൂടെ നിന്നോണം. കൊല്ലാനായാലും ചാവാനായാലും ഒരുമിച്ച്. അവിടെ നീ എന്നോ ഞാനെന്നൊന്നും ഇല്ല. വെറുതെ എൻ്റെ സ്വഭാവം മാറ്റിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരും. എന്റെ ഈശ്വര, ഇതിപ്പോ ചെകുത്താനും കടലിലും നടുക്കാണല്ലോ ഞാൻ. എല്ലാം ഞാനിങ്ങനെ വലിഞ്ഞു കയറി മേടിക്കാണല്ലോ. അച്ചു, അത് നീ പറയണ്ടല്ലോ. നിനക്കിട്ട് ഒന്ന് കിട്ടിയ രണ്ടെണ്ണം എനിക്കിട്ട് കിട്ടും. അങ്ങനെയാണല്ലോ പോക്ക്. ഇത് ഞാൻ മേടിച്ചു കൂട്ടിയിട്ടേ പോകൂ. Give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build. നീ ഉണ്ടായിരുന്നോ? സോറി, ഞാനേ രാവിലെ പോകുന്ന തിരക്കിൽ ഈ ഫയൽ എടുക്കാൻ മറന്നുപോയി. അതാ നിന്റെ മാനേജർ ജെറിയോട് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ഫയൽ ഒന്ന് തരാൻ പറഞ്ഞേ. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്. അല്ല, അതിന് നീ തന്നെ ഈ നേരിട്ട് ഫയൽ തരാൻ നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തേ, ഞാനിന്ന് ഉച്ചയ്ക്ക് പോയപ്പോ നീ എന്നെ വല്ലാണ്ട് മിസ് ചെയ്തോ? ഇവൾ ഇതുവരെ മൗനവ്രതത്തിൽ നിന്ന് പുറത്ത് വന്നില്ലേ? അതെ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എന്തായാലും ഫയലും കൊണ്ട് നീ ഇവിടെ ഇത്രയും നേരം നിന്നില്ലേ, ഒരുപാട് നന്ദിയുണ്ട്. എന്നാലേ ഇനിയും നിന്റെ മൂട് മാറ്റാൻ ഞാൻ നിൽക്കുന്നില്ല. പോകും. നീ പെട്ടെന്ന് വീട്ടിൽ ചെന്നാട്ടെ, ഇല്ലെങ്കിലേ നിന്റെ പപ്പ ഇപ്പൊ ടെൻഷൻ അടിക്കും. ഞാൻ നിന്നെ വല്ലതും ചെയ്തെന്ന് വിചാരിച്ചാണ്. എന്നാ ശരി, ഞാൻ പോവാ. സൂര്യ, നിക്ക്. ഞാൻ ഫയല് തരാൻ വേണ്ടി മാത്രമായിട്ട് നിന്നതല്ല. എനിക്ക് നിന്നോട് ഒന്ന് സംസാരിക്കണമായിരുന്നു.
അത് കൊള്ളാലോ. ഇതിപ്പോ എന്താ കാക്കമലന്ന് പറക്കുമല്ലോ. പോട്ടെ, എന്താ നിനക്ക് സംസാരിക്കാനുള്ളു? പറയ്. അത് സൂര്യ, ഇനി നീ ഇവിടെ വരരുത്. ഇത് എപ്പോഴും പറയുന്ന പോലെ അല്ല. ഐ എം സീരിയസ്. പ്ലീസ്, ഇനി ഇവിടെ വരരുത്. നീ എന്തിനാ ഇവിടെ വരുന്നേന്ന്, നിന്റെ ഈ മാറ്റത്തിന്റെ കാരണം എന്താന്നൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്ക് നിന്റെ സിമ്പതിയും സഹതാപവും ഒന്നും വേണ്ട സൂര്യ. ആ കണ്ണുകൊണ്ട് ആരും നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ എന്നെ ആ സഹതാപം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് കാണുന്നതോ സംസാരിക്കുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ആരുടെ സ്നേഹം വേണ്ട. മേല ആ കാരണങ്ങൾ കൊണ്ട് ഇവിടെ നീ വരരുത്. ഇത് നീ അനുസരിച്ചേ പറ്റൂ. അനുസരിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്നെ തല്ലു? അതവിടെ നിന്ന് ചവിട്ടി പുറത്താക്കൂ നീ? അതെന്താന്ന് വെച്ച നീ ചെയ്. ഞാനൊന്നും മനസ്സിൽ കണ്ടിട്ടാ ഇവിടെ വരുന്നേ. അത് നീ പറയുന്ന പോലെ സഹതവോ സെന്റിമെന്റ്സോ അല്ല നിന്റെ. അങ്ങനെ വല്ലോ നീ കരുതിയിട്ടുണ്ടെങ്കിൽ അതിപ്പോഴേ പറിച്ച് കളഞ്ഞോ നീ. ആ കണ്ണുകൊണ്ട് കാണുന്നെങ്കിൽ മാത്രം ഞാൻ ഇവിടെ വരാതിരുന്നാ പോരെ. അതല്ല ഞാൻ ഇവിടെ വരുന്നതിന് എൻ്റെ മാറ്റത്തിൻ്റെ കാരണം. അത് മനസ്സിലാക്കാൻ നിനക്ക് ഇച്ചിരെങ്കിലും ബുദ്ധി വേണം. അത് നിനക്കില്ല. സൂര്യ, മര്യാദയ്ക്കാ ഞാൻ പറയുന്നേ. എനിക്ക് നിന്റെ മുഖം കാണുന്ന പോലെ ഇഷ്ടമല്ല, നിന്നോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാ പറയുന്നേ, ഇവിടെ വരരുത്. ഇവിടെ വരരുതെന്ന് പറഞ്ഞാൽ വരരുത്. അതിന് എനിക്കൊരു കാരണങ്ങൾ കേൾക്കണ്ട. ഞാൻ എന്താ ഇങ്ങനെ ക്ഷമിച്ച് പോണെന്ന് വെച്ചാ അത് നീ എൻ്റെ നെഞ്ചി കിടക്കുന്നുണ്ടാ. എന്നെ വെറുതെ നീ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കരുത്. നാഴികയ്ക്ക് 40 വട്ടം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഇവിടെ വരുമെന്ന്. അത് നീയല്ല, നിന്റെ തന്ത കൃഷ്ണകുമാർ വന്ന് പറഞ്ഞാലും ഞാൻ വരും. സൂര്യ, ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ കാണിച്ചാലും നിനക്കുള്ളത് എന്നോടുള്ള വെറു സഹതാപം. അത് എത്രയൊക്കെ നീ അല്ലെന്ന് പറഞ്ഞാലും അങ്ങനെയായിട്ട് എനിക്ക് തോന്നും. ആ കണ്ണുകളുണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലും വന്നുകൊണ്ടിരിക്കാം. അത് എന്നെ പഴയ അവന്തിക ആക്കുന്ന പേടിയാ എനിക്ക് പഴയ അവന്തിക ആവണ്ട. എനിക്ക് അങ്ങനെ ജീവിക്കണ്ട ഇനി. അതിന് നീ ഇവിടെ വരരുത്. എന്നെ പഴയ അവന്തിക ആക്കരുത് നീ, പ്ലീസ്. അവന്തിക, പ്ലീസ് ലിസൺ ടു മീ. ഞാൻ പറയാൻ വരുന്നത് നീ ഒന്ന് കേക്ക്. എന്റെ മുഖത്തോട്ടൊന്ന് നോക്കടി. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേട്ടോ. എനിക്ക് നിന്നോടുള്ളത് വെറും സെന്റിമെന്റ്സോ സഹതാപമോ ഒന്നുമല്ല. ആ ഒരു മണ്ണാങ്കട്ടയല്ല. എനിക്ക് നിന്നെ ഇഷ്ടമാ. എന്റെ ഈ ചങ്കി കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അത് നീ അറിയാതെ ഒളിപ്പിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇനി എനിക്ക് വയ്യ. നീ എന്റെ കൈ വിട്ട് പോകുന്നത് ഇനി എനിക്ക് സഹിക്കില്ല. ശരിയാ, നിന്നെ പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു പോയി. അതിന് ഞാൻ എന്നെ തന്നെ പാടി പറഞ്ഞ് അവധിക, നീ വിചാരിക്കുന്ന പോലെ അല്ല. എനിക്ക് നിന്നെ ഇഷ്ടമാടി. നീ ഇല്ലാതെ എനിക്കിപ്പോ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സൂര്യ, നീ വെറുതെ ഓരോന്ന് പറയരുത്.
മാറ്. എനിക്കിപ്പോൾ നിന്നോടൊന്നും സംസാരിക്കാൻ വയ്യ. എനിക്ക് നീ ഒന്നും പറയുന്നത് കേൾക്കാനും വയ്യ. മാറ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് നിനക്ക് മനസ്സിലായെങ്കിൽ അതിന്റെ മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി. ഒന്നുകൂടി ഞാൻ പറയാം, നിന്നെ ഈ സൂര്യജിത്തിന് ഇഷ്ടമാണ്. ഇനി അവന്തിക്ക് വേറെ ഒരുത്തനും കൊടുക്കാനോ കൊണ്ടുപോകാനോ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. നിന്റെ തമാശക്കത്ത് കളിക്കാനുള്ള പാവല്ല ഞാൻ. എനിക്കൊന്നും നിന്നോട് പറയാനില്ല, സംസാരിക്കാനില്ല. എനിക്കിപ്പോൾ നിന്നോടൊന്നും പറയാനില്ല. ഇനിയും നീ എന്തെങ്കിലും പറയാനാണെങ്കിൽ എൻ്റെ കൈ ഇരിക്കുന്ന നീ മേടിച്ചു കൂട്ടും. വെറുതെ എൻ്റെ കൂണ്ടാതെ നീ ചെയ്യിക്കരുത്. മാറി നിൽക്കാൻ. നിക്കടി അവിടെ. എന്നാ നിന്റെ കയ്യിരിക്കുന്ന മേടിച്ച് കൂട്ടിയിട്ടേ അടങ്ങൂ ഞാൻ. ഇതും കൂടി ചേർത്ത് നീ താ എനിക്ക്. നീ എന്തെങ്കിലും മനസ്സിൽ ഇതുപോലെ കരുതിയിട്ടുണ്ടെങ്കിൽ ഇനിയും വേണ്ട. നിനക്കറിയുടെ മറുപടിയല്ലേ? എനിക്കിഷ്ടമല്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. മേല എൻ്റെ കൺമുമ്പ് നീ വന്നു പോരുത്. എനിക്ക് നിന്നെ ഇനി കാണണ്ട. എൻ്റെ നേഴ്വട്ടത്ത് പോലും നീ വന്നു പോവരുത്.